നമ്മുടെയൊക്കെ ലൈഫ് എപ്പോഴും എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറ്റവും ഇറക്കവും സന്തോഷവും സങ്കടമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരെ സംബന്ധിച്ച് ബൈബിൾ അവർക്ക് എപ്പോഴും ഒരു അടിസ്ഥാന പുസ്തകമാണ്. അവരുടെ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ബൈബിളിലൂടെ റീഡ് ചെയ്യുമ്പോൾ, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂടുതൽ സ്പർശിക്കും. അതിലൊന്നാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യാണ്. ആ ഒരു മൊമെന്റിൽ യേശു കർത്താവ് കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയം കാറ്റും കോളും ഉണ്ടാകുന്നു, തോണി മുങ്ങാൻ പോകുന്നു. ഈ അവസരത്തിൽ ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. എന്താണ് നിലവിളിക്കണേ? ഞങ്ങൾ ഇപ്പോൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ച് യേശു കർത്താവിനെ ഉണർത്തി എഴുന്നേൽക്കുക. യേശു കർത്താവ് എഴുന്നേറ്റപ്പോൾ അവിടെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇത്രയും നാളും നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടു, നിങ്ങൾ പല കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പഠിപ്പിച്ചു തന്നതും ഞാൻ കാണിച്ചു തന്നതുമായ കാര്യങ്ങളിലൂടെ പകരപ്പെട്ട നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇന്ന് നമ്മളോടും ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്, നമ്മളുടെ വിശ്വാസം എവിടെ? പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ ഈ ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കും, നിങ്ങളുടെ വിശ്വാസം എവിടെ? നമുക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്ന, അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്ന യേശു കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഉറപ്പോടെ പറയണം, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ വിശ്വാസം ഞാൻ എന്നും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുൻപിലോട്ട് പോകും.